അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പേര്, സത്യം പറഞ്ഞത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ കടിച്ച് തിന്നാൻ തോന്നിപ്പോയി. കണ്ടാ നല്ല രസമില്ല കാണാനായിട്ട്, പേട പോലെ ഇരിക്കണല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ഉണ്ടാക്കിയാലോ. ഞാൻ 2-3 വട്ടം ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയൊരു ലിപ് ബാമാണ്. ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ നിങ്ങൾ അതിക്ക് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി ടിപ്സും വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും എന്താ പറയുക, ഇതിൻ്റെ ഒരു ആചാരമാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് ഇട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തോളട്ടാ. ഓക്കെ, അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ പറയുക, എൻ്റെ ഷോർട്സൊക്കെ കാണാത്തവരാണെങ്കിൽ വേഗം പോയി കാണൂ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യൂന്നേ, എന്തെങ്കിലും പ്ലീസ്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് പറ്റിയത്? ഒരു കമൻറ്റ് ആരെങ്കിലും ഇടണണ്ട. കഷ്ടമുണ്ട് കേട്ടോ, ഭയങ്കര കഷ്ടമുണ്ട്. പോട്ടെ, എങ്ങനെയാണ് ലിപ് ബാം ഉണ്ടാക്കണേന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വന്നാലാ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പേര്, ബീസ് വാക്സ് കേട്ടോ. ബീസ് വാക്സ് ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. സത്യം പറഞ്ഞത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ കടിച്ച് തിന്നാൻ തോന്നിപ്പോയി. കണ്ടാ നല്ല രസമില്ല കാണാനായിട്ട്, പേട പോലെ ഇരിക്കണല്ലേ. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ തിന്നാനാ തോന്നിയത് കേട്ടോ. അത് കാരണം ഞാനിത് എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണായിരുന്നു കേട്ടോ. കാരണം പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നണമെന്നും പറഞ്ഞ് എടുത്ത് തിന്നും. അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്കൊരു 300 റേഞ്ചിലാണ് കേട്ടോ ഈ ഇത്രയും കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് പാത്രത്തിൽ ഇതിനായിട്ട് എടുത്ത് വെച്ചാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ, കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, അപ്പം ഇത് വേണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ. ഒരു 4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ പെപ്പർമിൻറ്റിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ എടുത്തിരിക്കണം കേട്ടോ. ഇത് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്മെല്ലിന് വേണ്ടി വേറെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ലിപ് ബാം കണ്ടെയ്നർ, പ്ലാസ്റ്റിക്കിൻ്റെയോ ഇതേപോലത്തെ ലിപ് ബാം കണ്ടെയ്നർ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ട്യൂബ് ഉണ്ടല്ലോ, അതെടുത്താലും മതി. കാലിയായിട്ടുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ ട്യൂബ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ട കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വേഗം കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീസ് വാക്സ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 4 സ്പൂണോളം ഉണ്ട് കേട്ടോ. 3 സ്പൂൺ ബീസ് വാക്സ് ആണെങ്കിൽ ഒരു 4-4.5 സ്പൂൺ, ഒരു 5 സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ എടുക്കുന്ന കോക്കനട്ട് ഓയിൽ എപ്പോഴും ബീസ് വാക്സിനേക്കാളും കൂടുതലായിരിക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കളറ് ലിപ്സ്റ്റിക്ക് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിങ്ക് കളറാണ് കേട്ടോ ആഡ് ചെയ്യണത്. നല്ല അതായത് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എന്താ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കും കാണുന്നില്ലല്ലേ, ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. ഡബിൾ ബോയിലും ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളുടെ ബീസ് വാക്സും ലിപ്സ്റ്റിക്കും എല്ലാം നന്നായിട്ട് തന്നെ ഡൈല്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ തരികൾ അടിയിലുണ്ടാകും. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൂളാക്കാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാനത് മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടുണ്ട്, ചൂടാറട്ടെ കേട്ടോ. ചൂടാറണ വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയിട്ട് വേണം നമുക്ക് ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കാനായിട്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പെപ്പർമിൻറ്റ് ഉണ്ടല്ലോ, അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഒരു ഫ്ലേവറിന് വേണ്ടി, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പെപ്പർമിൻറ്റ് ചേർക്കണില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, നമ്മൾ ഈ പോളോ തിന്നൂലേ, പോളോ മിഠായി തിന്നുമ്പോൾ നമുക്കൊരു പൊള്ളലെല്ലാം ഉണ്ടാവൂലേ, അതേപോലത്തെ ഒരു ഫീലാണ്ട് എനിക്ക് തോന്നി ഇത് ചേർത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചേർക്കണില്ല കേട്ടോ, പെപ്പർമിൻറ്റ് ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചൂട് ഒരു ഇതാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടെയ്നറിലേക്കൊക്കെ വേഗം മാറ്റണം കേട്ടോ. ഫില്ല് ചെയ്ത് കൊടുക്കണേ കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. അതൊന്നും ഫ്രീസറിൽ വെക്കാൻ അതുപോലെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ സെറ്റാക്കി കൊടുക്കാം. പെട്ടെന്ന് അവിടെ പിന്നെ സാധനം പറഞ്ഞാൽ ഓടി പോയി പിന്നെ പോയി പോയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം മിസ്സായി പോയിട്ട് ഞാൻ എവിടെയോ വെച്ച് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല സെറ്റ് സാധനം കണ്ടോ. നല്ല മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. ഓയിൽ കണ്ടൻറ്റ് നല്ലോണം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലിപ് ബാമാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും യൂസ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടി കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ. സാധാരണ കുഞ്ഞു പിള്ളേരുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ലിപ്സ്റ്റിക്ക് അടിച്ചതിനോ എന്നും പറഞ്ഞ് വാശി പിടിക്കൂലേ. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്ക് പോലെ നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാമെന്നാണ്. കണ്ടോ, നല്ല മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോർമൽ സാധാരണ എങ്ങനെയാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യണത് അതുപോലെ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീസ് വാക്സ്, അതായത് ഈ അളവ്, അതായത് മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ, അതായത് നമ്മൾ എടുക്കണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ബീസ് വാക്സിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം. ഇപ്പോൾ 4 സ്പൂൺ ബീസ് വാക്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പൂൺ അല്ലെങ്കിൽ 5.5 സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ 5 സ്പൂണെങ്കിലും വെളിച്ചെണ്ണ എടുക്കണം. അതല്ലാന്നാണെങ്കിൽ, അതല്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നാൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയതാണ്. കാരണം ഞാൻ ഈക്വൽ എമൗണ്ടിൽ ബീസ് വാക്സ് കൊടുത്ത് വെളിച്ചെണ്ണ എടുത്ത്. പക്ഷേ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ ലിപ് ബാം ഉണ്ടല്ലോ കുറച്ചൊന്ന് ഡ്രൈ ആയി, അതായത് ആ ഒരു ഓയിൽ കണ്ടൻറ്റ്, ആ ഒരു മോയ്സ്ചറൈസിങ് കിട്ടുന്നില്ല. ലിപ്പിലടിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുക, ഓയിൽ കണ്ടൻറ്റ് ഇല്ല. അപ്പോൾ എന്താ പറയുക, ഓയിൽ കണ്ടൻറ്റ് ഇല്ലാത്ത ലിപ് ബാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പ് വീണ്ടും ഡ്രൈ ആവത്തുള്ളൂ. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബീസ് വാക്സും കുറച്ച് ബീസ് വാക്സിനേക്കാളും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ലിപ് ബാം ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. ഇത് ഞാൻ ബാഗിൽ ഇടും കേട്ടോ. ബാഗിലിട്ടിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ലിപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഇത് പൊളിഞ്ഞു പോണ പോലത്തെ ഒരവസ്ഥയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.